ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇതാ. നമുക്കൊരു ചെറിയ എക്സർസൈസ് ചെയ്ത് നോക്കാം. യൂസ് ദ വെയർ നെസസറി. ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ, യെസ്റ്റർഡേ വി വിസിറ്റഡ് റെഡ് ഫോർട്ട്. ദ റെഡ് ഫോർട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, മോണിമെൻറ്റ്സ്, അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദ ഉപയോഗിക്കുന്നു. അപ്പം യെസ്റ്റർഡേ വി വിസിറ്റഡ് ദ, ഇവിടെ ദ വേണം. ദ ഷിപ്പ് സെയിൽഡ് അക്രോസ് ഡാഷ് ഇന്ത്യൻ ഓഷ്യൻ. ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സംഗതികൾ പറയുമ്പോൾ, അതായത് വലിയ പർവ്വത നിരകൾ, നദികൾ, കടല്, ഇതൊക്കെ പറയുമ്പോൾ ദ വേണം. ഇതാണ് ദ ഷിപ്പ് സെയിൽഡ് അക്രോസ് ദ ഇന്ത്യൻ ഓഷ്യൻ. മൈ അങ്കിൾ വർക്ക്ഡ് അറ്റ് ഹോസ്പിറ്റൽ. അവിടെ വേണ്ട കാര്യം എന്നാ, മൈ അങ്കിൾ വർക്ക്ഡ് അറ്റ് ഹോസ്പിറ്റൽ. അപ്പം ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതിനൊരു കാരണമുണ്ട്, പർപ്പസ്. അപ്പം അതിനുവേണ്ടി പോകുമ്പോൾ ഹോസ്പിറ്റലിന് ഇതാ വേണ്ട ആണ്. സോ ഇവിടെ വേണ്ട. വി ആർ പ്ലാനിങ് ടു വിസിറ്റ് താജ്. മോണിമെൻറ്റ്സ്, വലിയ താജ് പോലുള്ള സംഭവങ്ങളൊക്കെ അതിന് നമുക്ക് വേണം. ഓർക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ. ഷീ റീഡ്സ് മനോരമ എവറി ഡേ. മനോരമ എവറി ഡേ ഇപ്പം നല്ല ഒരു കാര്യമാണ്. പക്ഷേ മനോരമയ്ക്ക് ഇതാ വേണ്ട. എന്താ കാര്യം? ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ ഇതാ ഉപയോഗിക്കുന്നില്ല, പേര്, ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ പേര്. പക്ഷേ ഇവിടെ ഉള്ള ഒരു ചെറിയ കോളം, ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ. ഇതാ ഉണ്ട്. കാര്യം എന്നാണെന്നറിയോ, ആ ദ എന്നുള്ളത് അതിന് മൊത്തത്തിലുള്ള പേരാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ പറയല്ലേ, കേണൽ ജോർജ് എന്ന് പറയുന്നു. അപ്പം ആ കേണൽ എന്നുള്ള പേരിൻ്റെ കൂടെ പോകുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യയുടെ അതിൻ്റെ ഭാഗമാണ് ദ എന്നുള്ളത്. ആ പേരിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ ദ വരുന്നത്. ഇവിടെ മനോരമ വേണ്ട. കാരണം നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ദ ഉപയോഗിക്കാറില്ല. ന്യൂസ് പേപ്പറിൻ്റെ പേരിൻ്റെ കൂടെ. They walked along Nile River. ഓർക്കുന്നുണ്ടല്ലോ, നൈൽ റിവർ, the Nile River. Mount Everest is the highest peak in Himalayas. മൗണ്ട് എവറസ്റ്റ് എന്നുള്ള ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട, ഇതായില്ല. അതേസമയം ഒരു പർവ്വത നിരകളാകുമ്പോൾ വേണം. സോ പീക്ക് ഇൻ ദ ഹിമാലയാസ്. The students are going to library to study. അപ്പോൾ അവർ പോകുന്ന ആ ലൈബ്രറി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ലൈബ്രറി എന്തിനാണ്? പഠിക്കണം, വായിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഇതാ വേണ്ട. അതേസമയം വി സോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഒരു മോണിമെൻറ്റ്സ് ആണ്, സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതാ വേണം. Yesterday he drove to airport. The airports, the bus stands. ഓർക്കുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം, the bus stand. Students go to school but their parents. Students go to school but their parents go to the school. Students go to school എന്താണ് അവിടെ പ്രൊപ്പോസിഷൻ വേണ്ട. കാരണം എന്താ? അത് പർപ്പസാണ്. അതേസമയം പേരൻസ് ഗോ ടു ദ സ്കൂൾ, കാരണം അവർ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്കൂൾ, ഒരു സ്ഥലമാണ്. അതേസമയം ഇവിടെ അതിൻ്റെ ഉപയോഗമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഗ്യാപ്പ് ഇടാൻ ഞാൻ. സോ സ്റ്റുഡൻസ് ഗോ ടു സ്കൂൾ, പേരൻസ് ഗോ ടു ദ സ്കൂൾ. ദ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ചേർക്കാൻ കാര്യം എന്നാ? കാരണം ഇത് ഒരു സ്ഥലമാണ്.
പിടിയോ? എന്തിനു വേണ്ടിയാണോ അത് അതിൻ്റെ ഉപയോഗം, പർപ്പസ്. ഹീസ് റീഡിങ് ഹിന്ദു നൗ. ഹീസ് റീഡിങ് ദ ഹിന്ദു നൗ. അതെന്തുകൊണ്ടാണ്? ഹീസ് റീഡിങ് മനോരമ ദ ഇല്ല. ഹീസ് റീഡിങ് ദ ഹിന്ദു നൗ. അപ്പം ഞാൻ പറയുന്നത് ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ. മനസ്സിലായോ? ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്ത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം, അല്ല അടുത്ത പോയിന്റിലേക്ക് പോകാം. അതുവരെ ബൈ.